ഹായ് നോക്കൂ, നമ്മുടെ പിള്ളേർക്ക് എന്ത് പറ്റിയെന്നറിയില്ല. വെളുപ്പ രാവിലെ 5 മണി. അമ്മയുടെ കൂടെ രാത്രി സമയങ്ങളിൽ ഉറങ്ങി. അമ്മ രാവിലെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പതിവില്ലാതെ നമ്മുടെ 3 കുട്ടികളും ഇവിടെ കിടന്ന് നല്ല ഉഷാറായിട്ടുള്ള കളിയാണ്. അത് മാമൻ കണ്ടപ്പോൾ അത്ഭുതമായിട്ട് തോന്നുകയാണ്. അല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ യാതൊരു കളിയില്ല. ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല. അങ്ങനെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പിള്ളേരിതാ ഇവിടെ അടിച്ച് പൊളിച്ച് കളിക്കുകയാണ്. രാവിലെ പുറത്തിറങ്ങാതെയും അതുപോലെ തറയിലിറങ്ങാതെയും അവർ കിടന്നുറങ്ങുന്ന അതേ സ്ഥലത്താണ് ഇന്നത്തെ കളി അവരാഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ തണുപ്പുള്ള രാത്രിയിൽ അമ്മ 3 മക്കളെയും ചുതുക്കി ചൂടും കൊടുത്ത് പാലും കൊടുത്ത് നന്നായിട്ട് ഉറക്കി കിടത്തി. നേരം വെളുത്തപ്പോഴോ അമ്മ പഴയതുപോലെ രാവിലെ വെളിയിലിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർ ഇന്ന് എന്തു പറ്റിയെന്നറിയില്ല, നല്ല കളിയായിരുന്നു. അതുപോലെ തന്നെ അടുക്കളയിൽ രാവിലെ പാത്രത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ ഓടി വരുന്നതാണ് എത്ര ഉറങ്ങിയാലും. അതുപോലെ തന്നെ 5 മണിക്ക് പിള്ളേർ ഉറക്കം എഴുന്നേക്കും. മാമൻ 5 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ പിള്ളേർ കണ്ണും തുറന്ന് വെളിയിലിറങ്ങാതെ കോട്ട് വൈകിട്ടിരിക്കുന്നതാണ് എന്ന് ഞാൻ കാണുന്നത്. ഇന്ന് നല്ല കളിയും കാര്യങ്ങളായതുകൊണ്ടാണ് ആ കളി നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അതുപോലെ കുട്ടികൾ ഉറങ്ങുന്ന ഇവിടെ ലൈറ്റ് ഞങ്ങൾ ഇടാറില്ല. കുഞ്ഞുങ്ങൾ കളിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലൈറ്റ് ഇട്ടത് കേട്ടോ. ഇല്ലെങ്കിൽ അവർ ഉണർന്ന് അവരുടെ ഉറക്കങ്ങളൊക്കെ വിട്ടുമാറിയതിന് ശേഷമാണ് ഞങ്ങളിവിടെ ലൈറ്റ് ഇടുന്നത്. പിള്ളേരിന്ന് കളിക്കുന്നുണ്ട്, ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടും ലൈറ്റ് ഞാൻ ഇട്ടതാണ്. അല്ലെങ്കിൽ അവരെ ഞങ്ങൾ ശല്യം ചെയ്യത്തില്ല. അവർക്ക് വേണ്ടി ഈ ലൈറ്റ് ഓഫിങ് ആണ് രാത്രി തൊട്ട്. അതുപോലെ കുട്ടുലുട്ടുമാണ് ഈ കിടന്ന് പിടി കൂടുന്നത്. അവരുടെ കളിയും കണ്ട് അവരുടെ വാലിലും പിടിച്ച് കളിക്കുകയാണ് നമ്മുടെ മായു. ഇതാ നോക്കിയേ, അവന്മാർ രണ്ടുപേരും നല്ല പിടികൂടലാണ്. ഇനി ഇവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വരുന്ന എവിടെയെന്നറിയോ? അടുക്കളയിലാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ ഒരു ചൂട് കൊള്ളാനായിട്ട് അവിടെ ഒരു വിശ്രമ കേന്ദ്രമൊക്കെ ഉണ്ട്. അവിടെ വിശ്രമിച്ചിട്ടായിരിക്കും കുറച്ചുകൂടെ നേരം വെളുക്കുമ്പോൾ പിള്ളേർ വെളിയിലോട്ടൊക്കെ ഇറങ്ങി നോക്കും. ഇവിടുത്തെ കളി മതിയാക്കിക്കൊണ്ട് അടുക്കളയ്ക്ക് പോയാലോ എന്നൊരു ആലോചനയാണ് നമ്മുടെ മായു എടുത്ത് ചാടിയിരിക്കുകയാണ്. അടുക്കളയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. നമ്മുടെ കുട്ടൂസുത അവനിവിടെ കളിക്കാൻ തന്നെയാണ് വീണ്ടും ഇഷ്ടം. അങ്ങനെ നേരം വെളുത്ത് വരുന്നേയുള്ളൂ. ഒരു 6-6:15 ആവും കേട്ടോ. അടുക്കളയ്ക്ക് പോയ രണ്ടാളും പെട്ടെന്ന് ഓടി വീണ്ടും ഇവിടെ തന്നെ വരും. കാരണം എന്താണെന്നറിയോ? മാമ ഇവിടെ നിൽക്കുകയാണ്. അടുക്കളയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാമനെ കാണില്ല. അതുകൊണ്ട് വീണ്ടും തിരിച്ചെത്തും കേട്ടോ. അതിന് സംശയമൊന്നും വേണ്ട, അത് ഇപ്പഴിഞ്ഞെത്തും. കുട്ടൂസിനാണെങ്കിലോ താഴെ ഇറങ്ങാൻ ഒട്ടും മനസ്സില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. നമ്മളെ 2 പിള്ളേരും തിരിച്ചെത്തിയിട്ടുണ്ട്. മായുവാണ് ഇരുന്ന് പെറൊക്കെ തുടയ്ക്കുന്നത്. ലുട്ടുമാണ് ഈ സെൻറ്ററിൽ. കുട്ടൂസ് ബെഞ്ചിലിരിപ്പുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും 3 പേരെ കൊണ്ടുപോയി ചോറൊക്കെ കൊടുക്കാം. രാവിലെ അങ്ങനെ കഴിക്കില്ല അവന്മാരെ കേട്ടോ. ഒരു 7-8 മണിയൊക്കെ ആകും. വെളിയിലൊക്കെ പോയി ഒരു കറക്കമൊക്കെ ഇറങ്ങി ആ മുറ്റത്ത് കിടന്ന് ഓടി ചാടിയിട്ടൊക്കെ വന്നാണോ എല്ലാം കഴിക്കുന്നത്. രാവിലെ കൊടുത്താൽ കഴിക്കത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഇനി അടുക്കളയ്ക്ക് പോവുകയാണ് കേട്ടോ. എടാ പിള്ളേരെ, കുട്ടന്മാരെ, നിങ്ങൾ അടുക്കളയ്ക്ക് ആരൊക്കെ വരുന്നത്? പെട്ടെന്ന് വരുന്നില്ലേ? ഇതവിടെ കളിയുടെ പൂരം നടക്കുകയാണ് കേട്ടോ. വെച്ചിട്ടാരും വരില്ല എന്നാണ് വിചാരിച്ചത്. എന്തായാലും മായു എടുത്ത് ചാടിയിട്ടുണ്ട്. കുട്ടൂസുത അവിടെ തന്നെ കിടന്ന് കറങ്ങി നിൽക്കുകയാണ്. അതുപോലെ ലുട്ടു അവൻ പമ്പ കിടന്ന് കേട്ടോ അടുക്കളയ്ക്ക്. പുള്ളിക്കാരൻ നല്ല ഓട്ടമാണ്. വെളിയിലൊക്കെ ആയാലും കുറച്ച് ദൂരോട്ടൊക്കെ പോകണം എന്നൊക്കെ ഉള്ള ഇതാണ്. വാ അടുക്കളയ്ക്ക് പോവാം. അവിടെ നോക്കിക്കൊണ്ടിരിക്കഴിഞ്ഞിട്ട് വാടാ, വരുന്നില്ലേ നീ? ഇനിതായി ബെൽറ്റ് പിടിക്കാൻ നോക്കുകയാണ് കേട്ടോ. മനസ്സോടെ നമ്മുടെ കുട്ടൂസുത താഴെ ചാടും, നേരെ അടുക്കളയ്ക്ക് വരും. അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ചൂടൊക്കെ കൊണ്ടിട്ട് നേരെ വെളിയിലോട്ടിറങ്ങും. 2 പേര് നേരത്തെ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. 3 പേരും ഇവിടെ ചൂടും കൊണ്ടിരിക്കുകയാണ്. അവർക്കറിയാം അവരുടെ അമ്മ കറങ്ങിയിട്ടൊക്കെ വരുന്നൊരു ടൈമേ ഇത് മൊബൈലിൻ്റെ വെട്ടടിക്കുന്നുണ്ടാണ് കേട്ടോ. ആ ടൈമിൽ അവർ വെളിയിലോട്ടൊക്കെ ഇറങ്ങി ഡോറിൻ്റെ ഭാഗത്ത് പോയി നോക്കും. അമ്മ വരുമ്പോൾ അമ്മയുടെ കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി ആ മുറ്റത്തോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ പാലും കുടിച്ച് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരു ദിവസം ഒരു 7-8 മണി കഴിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിരുന്നുകാരൻ വരേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അവന് വന്ന ഉടനെ ഇവരിയ്ക്കുന്ന ഭാഗത്തേക്ക് കൂടും. എന്നിട്ട് അവരെ കൂടെ ചേർന്നിരുന്ന് കുറച്ച് ചൂട് അവനും കൊണ്ടിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങി വല്ലതും കഴിച്ചുടങ്ങ് പോകും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ 2 പേരെ ഇവിടെ ഉള്ളൂ. അതായത് വിരുന്നുകാർ വന്നിട്ടുണ്ട്. കുട്ടൂസും കിടന്ന് ഉറങ്ങുകയാണ്. ലുട്ടു മായു 2 പേരും വെളിയിൽ ചാടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവന്മാർ 2 പേരാണ് ഇപ്പോൾ നല്ല ഉറക്കം. നല്ല ഉറക്കമെന്നുള്ളൊരു കള്ളുറക്കമാണ്. നേരം വെളുത്തു അവന്മാർക്ക് വെളിയിലൊക്കെ ചാടണം. അല്ല, ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ വെറും കള്ളുറക്കമാണ്.
ആ അത് തന്നെ. പോയി ചോറും കഴിച്ച് ഇനി വെളിയിലൊക്കെ ഇറങ്ങി 2 ഓട്ടവും ചാട്ടവും ഒക്കെയാണ് പരിപാടി. പിറത്താരെങ്കിലും ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ് മായുതോ അമ്മയെ എവിടെന്നോ പിടിച്ച് കൂട്ടിക്കൊണ്ട് വരികയാണ്. മായു അടുക്കളയ്ക്ക് അമ്മയും കൊണ്ട് വരാൻ നോക്കുന്നു. അമ്മ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ പോവുകയാണ് കേട്ടോ. ആഹാ, അങ്ങനെ വിട്ടാൽ കൊള്ളില്ലല്ലോ എന്നും പറഞ്ഞിട്ട് മായും കൂടെ ഓടുകയാണ്. രാവിലെ കിട്ടേണ്ട പാലൊന്നും കിട്ടിയിട്ടില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അമ്മ 5 മണിക്ക് മുന്നേ വെളിയിൽ ചാടി പോകുന്നതാണ് ഡെയിലി. സ്നേഹമുള്ള അമ്മ എവിടെയാണ് കൂട്ടിക്കൊണ്ട് പോയത്? ദാ ഞങ്ങളുടെ മുറ്റത്താണ് കേട്ടോ. ഞങ്ങളുടെ മുറ്റത്ത് ഡോർ തുറന്നാൽ കാണുന്ന രീതിയിലാണ് പിള്ളേരെയും കൊണ്ട് പാല് കൊടുക്കുകയാണ്. അമ്മയുടെ സ്നേഹം കണ്ടോ, തലോടി കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കുന്നത്. ഇപ്പോഴ് ഒരു ടെൻഷനും ഞങ്ങൾക്കില്ല കേട്ടോ. പിള്ളേരെ എവിടെ കൊണ്ടുപോകില്ല. അമ്മ എങ്ങോട്ട് പോയാലും പിള്ളേരെ വിളിക്കത്ത് പോലുമില്ല കേട്ടോ. അതുമാത്രമല്ല, അമ്മയുടെ കൂടെ ഓടി ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് മായുവിന് ഒരടി കൊടുക്കുന്ന ഞാൻ കണ്ടു. നീ എങ്ങോട്ട് പോകുന്നടാ എന്നും പറഞ്ഞിട്ട് ഒരു തട്ട് തലയ്ക്ക് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഒന്നും പേടിക്കാനില്ല. ഈ പിള്ളേരെ കൊണ്ടൊന്നും പോകത്തില്ല. പിള്ളേരൊക്കെ വലുതായില്ല, നോക്കിയാണ്. പിള്ളേർ സിംഹക്കുട്ടികളായി, പുലിക്കുട്ടികളായി നിൽക്കുക കേട്ടോ. വലുതായി കഴിഞ്ഞ് ഇനി 1 മാസമോ 2 മാസമോ കൂടെ കഴിഞ്ഞാൽ ഇനി നമ്മുടെ പിള്ളേരെന്നും പറഞ്ഞുള്ള വീഡിയോ ഒക്കെ വളരെ പാടായിരിക്കും. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അമ്മ വളരെ വഷളായിട്ടൊക്കെ ഞങ്ങളെ മുമ്പിൽ കാണിച്ചു. അപ്പോൾ സ്നേഹമില്ലാത്ത അമ്മ എന്നൊക്കെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നോക്കിയേ, ഇത്രയും വലുതായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് സമയം പാലും കൊടുത്ത് സ്നേഹം കൊടുക്കുന്ന നല്ല ഒരു അമ്മയാണ് ഞങ്ങളെ കൂട്ടത്തിൽ നിൽക്കുന്നതെന്നുള്ളത് ഒരു സന്തോഷമായ കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇത്രയും വലുതായി കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ, ഞങ്ങളെ കുഞ്ഞിനേക്കാളും കുറച്ചുകൂടെ പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞിനെയാണ് അതിൻ്റെ അമ്മ ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയത്. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവള് സുന്ദരിയല്ലേ, എത്ര സ്നേഹമുള്ളവളല്ലേ. നോക്കിയേ, ഇതുപോലെ സ്നേഹം കൊടുക്കുന്ന അമ്മയെ കാണാനാണ് ഞങ്ങൾ ഇതുവരെ കാത്തിരുന്നത്. അതുപോലെ തന്നെ അമ്മയെ കാണാത്ത വിഷമത്തിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞനിയത്തി കേട്ടോ, മായു ആണ് സ്നേഹത്തോടെ വിളിക്കാൻ ചെന്നിരിക്കുന്നത്. മായുവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നെങ്കിലും അവനെ കണ്ടാലും ചീറി കാണിക്കും കേട്ടോ. അതുകൊണ്ടൊന്ന് അവന്മാരാരും മൈൻഡ് ചെയ്യാതെ ഇപ്പോഴും അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. ഞങ്ങളെ കൂടെ രാത്രി ഉറക്കമൊന്നും ഇവിടെ ഇല്ല. രാത്രി അമ്മ വിളിക്കണമെന്നും പറഞ്ഞ് ഏതെങ്കിലും പൂച്ച കരയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇറങ്ങി ഒരൊറ്റ ഓട്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഓടിയിട്ട് ഇതുവരെ ഞങ്ങളെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അങ്ങനെ ഓടുന്ന ആ കുട്ടിയെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളെ കൂടെ നിൽക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ കണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. അതെ, വൈൻഡപ്പ് ചെയ്തുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.